ചങ്ങായിമാരെ, നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കുഴൽമന്ദം ചന്തയാണ്. കുഴൽമന്ദം ചന്ത കേരളത്തിലെ ഏറ്റവും വലിയ ചന്തകളിൽ ഒരു ചന്തയാണ്. കുഴൽമന്ദം ചന്ത പാലക്കാട് ജില്ലയിലെ പാലക്കാട് തൃശ്ശൂർ ഹൈവേയിൽ കുഴൽമന്ദം പോലീസ് സ്റ്റേഷന് നേരെ എതിർവശമായിട്ട് ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഈ ചന്ത പ്രവർത്തിച്ചു വരുന്നത്. എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസമാണ് ഇവിടെ ചന്ത പ്രവർത്തിക്കാറുള്ളത്. ഈ ആഴ്ചയിൽ ഇഷ്ടം പോലെ കന്നുകാലികൾ വന്നിട്ടുണ്ട്. ഇന്ന് കുഴൽമന്ദം ചന്തയുടെ പെരുന്നാളിന് മുൻപുള്ള അവസാനത്തെ ചന്തയാണ്, പെരുന്നാൾ ചന്തയാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ കന്നുകാലികൾ ഇന്ന് ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് വലിയ പോത്തുകൾ, വലിയ കാളകൾ, വളർത്ത് പോത്തിൻകുട്ടികൾ, എരുമകൾ, പശുക്കൾ എന്ന് വേണ്ട ഒരുവിധം എല്ലാ ഇനത്തിൽപ്പെട്ടുള്ള കന്നുകാലികളും ഇന്ന് വന്നിട്ടുണ്ട്. ഇന്ന് ഒരുപാട് കന്നുകാലികളുണ്ട്. നമുക്ക് ഓരോന്നിന്റെ വിലയും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടെ ഈ ഭാഗത്ത് ഒരു എരുമയെ കെട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പത്തിനുള്ള എരുമയാണ്. കാണുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കൊഴുപ്പും ഉണ്ടാകും. ഈ കാണുന്ന എരുമക്കൊക്കെ ചന്തയിൽ ഏകദേശം 80 രൂപ 85 രൂപ റേഞ്ചൊക്കെയാണ് വില ചോദിക്കുന്നത്. ഏകദേശം ഒരു 200 കിലോന്റെ അടുത്ത് അല്ലെങ്കിൽ 200ന്റെ മുകളിൽ മീറ്റ് പ്രതീക്ഷിക്കാം. കൂടുതൽ കൊഴുപ്പുണ്ടാവാൻ ചാൻസ് ഉണ്ട്. എത്രത്തോളം വില കുറയുമെന്നറിയില്ല. അവർ ഏകദേശം ഒരു 80-90 ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് പോത്തിൻകുട്ടികളും ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് ഏകദേശം 1 വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുള്ള അത്യാവശ്യം വലുപ്പത്തിനുള്ള പോത്തിൻകുട്ടികൾ ഈ ഭാഗത്തൊക്കെ നിരത്തി കെട്ടിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ള പോത്തിൻകുട്ടികൾക്കൊക്കെ ഏകദേശം 50,000 രൂപ മുതൽ 65,000 രൂപ വരെയൊക്കെയാണ് ഈ കാണുന്ന പോത്തിൻകുട്ടികൾക്ക് വില ചോദിക്കുന്നത്. കൂട്ടത്തിൽ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കമുള്ള വളർത്താൻ പറ്റിയ എല്ലാ ലക്ഷണവും ചുരുണ്ട കൊമ്പുള്ള കൊമ്പുനിലൊക്കെ കാണാൻ നല്ല വൃത്തിയുള്ള കുട്ടികളൊക്കെ ധാരാളമായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തും കുറച്ച് കുട്ടികളെ കെട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതിനേക്കാൾ കുറച്ചുകൂടി ചെറിയ കുട്ടികളാണ്. ഈ കാണുന്ന കുട്ടികൾക്കൊക്കെ ഏകദേശം 35,000 രൂപ മുതൽ 45,000 രൂപ വരെയൊക്കെയാണ് വില ചോദിക്കുന്നത്. ഇതും ഏകദേശം 1 വയസ്സിനോട് അടുപ്പിച്ച് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. കൂടുതലും 10 മാസം മുതൽ 1 വയസ്സ് വരെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഈ കൂട്ടത്തിലുള്ളത്. ഈ ഭാഗത്തൊക്കെ ഒരുപാട് പോത്തുകളെ കെട്ടിയിട്ടുണ്ട്. ഒരുപാട് പോത്തുകൾ, വളർത്ത് പോത്തുകളും ഇറച്ചി ആവശ്യത്തിന് പോകുന്ന പോത്തുകളൊക്കെ ധാരാളമായിട്ട് ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ ആളുകളും ഇന്ന് ചന്തയിലുണ്ട്. പെരുന്നാളിന് മുൻപുള്ള അവസാനത്തെ കുഴൽമന്ദം ചന്തയാണ്, പെരുന്നാൾ ചന്തയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വളർത്തുകുട്ടികളെ മേടിക്കാനും വലിയ പോത്തുകളെയും കാളകളെയൊക്കെ ഇറച്ചി ആവശ്യത്തിന് പോകുന്ന കന്നുകാലികളെ മേടിക്കാനും പെരുന്നാളിന് ആവശ്യമായ ബലിയേർക്കുന്നതിന് ആവശ്യമായ കന്നുകാലികളെ മേടിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇന്ന് ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. നല്ല തിരക്കുണ്ട് ചന്തയിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം ഭാഗങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയുമെന്നറിയില്ല. പറ്റാവുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ മാക്സിമം ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പോത്തുകളെ കെട്ടിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരു നാടൻ പോത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ബാർഗൈൻ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചിട്ട് മാറ്റി നിർത്തുകയാണ്. ശരിക്കും ഇന്ന് ചന്തയിൽ നിന്ന് കൂട്ടത്തിൽ നിന്ന് അഴിച്ചു പിടിച്ചിട്ട് നോക്കാനുള്ള സ്ഥലം പോലും ഇല്ല. അത്രയധികം കന്നുകാലികളും ആളുകളുടെ തിരക്കും ഇന്ന് ചന്തയിലുണ്ട്. ചന്തയിൽ കന്നുകാലികൾ കൂടുതലുള്ളതുകൊണ്ടും ആളുകൾ കൂടുതലുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും വിലയിൽ യാതൊരു കുറവുമില്ല. നല്ല രീതിയിൽ വില ചോദിക്കുന്നുണ്ട്. അവർ ചോദിക്കുന്ന വില എന്തായാലും കൊടുക്കേണ്ടി വരില്ല. നമുക്ക് നമ്മുടെ വിലക്ക് ബാർഗെയിൻ ചെയ്തെടുക്കാം. എങ്കിലും ചന്തയിൽ വിലക്ക് കുറവൊന്നുമില്ല. ഇനി പെരുന്നാൾ കഴിഞ്ഞാൽ വില കുറയോ ഇല്ലേ എന്നൊന്നും പറയാൻ കഴിയില്ല. അത് പെരുന്നാൾ കഴിഞ്ഞാൽ തന്നെയാണ് അതിൻ്റെ ഈ അപ്പത്തെ വിലൻ്റെ ലെവൽ അറിയുള്ളൂ. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വിലയുള്ളൊരു സമയമാണ്. ഇവിടെ കാങ്കയം ബ്രീഡപ്പെട്ടിട്ടുള്ള ഒരു കാളയെ കെട്ടിയിട്ടുണ്ട്. ഉലഹിയത്തിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു കന്നാണ്. 2 വയസ്സ് പ്രായം കഴിഞ്ഞതാണ്. ആ പരുവത്തിനുള്ള കന്നുകാലികൾക്കൊക്കെ 65 രൂപ 70 രൂപ റേഞ്ചൊക്കെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വലിയ പോത്തിൻകുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം 1 വയസ്സ് പ്രായമായത്, 1 വയസ്സിന് മുകളിൽ പ്രായമായിട്ടുള്ള പോത്തിൻകുട്ടികളൊക്കെയാണ് ഈ കൂട്ടത്തിൽ കാണുന്നത്. കൂട്ടത്തിൽ നല്ല ലക്ഷണമൊത്ത കുട്ടികളൊക്കെ ഉണ്ട്. ചുരുണ്ട കൊമ്പുള്ള, നല്ല ഇടനീട്ടം കാൽപ്പൊക്കെ ഉള്ള, കാണാൻ നല്ല ഭംഗിയുള്ള, വളർത്താൻ പറ്റിയ ലക്ഷണമൊത്ത കുട്ടികളൊക്കെ ഈ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഈ കൂട്ടത്തിൽ കാണുന്ന വളർത്തുകുട്ടികൾക്കൊക്കെ 65 രൂപ ആ റേഞ്ചൊക്കെയാണ് ചോദിക്കുന്നത്. ഏകദേശം 60,000 രൂപ മുതൽ 70 രൂപ വരെയൊക്കെയാണ് വില ചോദിക്കുന്നത്. നമ്മൾ ആ കൂട്ടത്തിന്റെ 1-2 നമ്മൾ സെലക്ട് ചെയ്തിട്ട് വിലക്ക് ചോദിച്ചു നോക്കി. അവർ 65 രൂപയാണ് ഒരെണ്ണത്തിന് വില പറഞ്ഞത്. 65 62 തരാമെന്ന് പറയുന്നുണ്ട്. നമ്മൾ ബാർഗെയിൻ ചെയ്യാൻ നിന്നില്ല. ബാർഗെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും നമ്മൾ ബാർഗെയിൻ ചെയ്താൽ മാക്സിമം ഒരു 50-55 ആ റേഞ്ചൊക്കെ എന്തായാലും കൊടുക്കേണ്ടി വരും. ഇപ്പൊ നമ്മൾ ഇതിനൊക്കെ 50-55 കൊടുത്തെടുക്കുന്നത് ഏകദേശം ഒരു 100 കിലോ 120 കിലോനൊക്കെ മീറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള വലിയ പോത്തുകളൊക്കെ മേടിക്കുന്നതായിരിക്കും. ഇതിനൊക്കെ നമ്മൾ ഇപ്പൊ വാങ്ങിക്കൊണ്ടുപോയിട്ട് 6 മാസം കഴിയണം, എങ്കിലാണ് നമ്മൾ മേടിച്ച വിലക്ക് ഈ പോത്ത് വലുതാവുള്ളൂ. 6 മാസം കഴിഞ്ഞാലാണ് നമ്മൾ കൊടുത്ത വിലക്കുള്ള പോത്താകുള്ളൂ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കൊടുക്കുന്ന തീറ്റിന്നൊക്കെ നമുക്ക് കയ്യിൽ നിന്ന് നഷ്ടം തന്നെ ആയിരിക്കും. വിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതിനൊക്കെ 70-75 തന്നെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് വിൽക്കുമ്പോഴും കിട്ടുള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ട് കർഷകരുടെ കാര്യം വളരെ കഷ്ടത്തിലായിരിക്കും. ഇനി അങ്ങോട്ട് വളരെ
ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് നമുക്ക് ലാഭം കിട്ടുമോ എന്നൊക്കെ ചിന്തിച്ചതിന് ശേഷം മാത്രം കന്നുകാലികളെ എടുക്കാൻ ശ്രമിക്കുക. ഇനി വില കുറയുകയാണെങ്കിൽ അപ്പോൾ മേടിച്ച് നിർത്തുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ തീറ്റ ചെലവും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കർഷകർക്ക് ഇപ്പോൾ നഷ്ടം തന്നെയായിരിക്കും. വാങ്ങി വിൽക്കുന്ന ആളുകൾക്കാണ് ഇപ്പോൾ ആദായം കൂടുതലായിട്ട് കിട്ടുന്നത്. ഇവിടെ ഈ ഭാഗത്ത് ഇറച്ചി ആവശ്യത്തിന് പോകുന്ന കുറച്ച് വലിയ കാളകളെ കെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഉലഹിയത്ത് അക്കീകത്ത് പോലെയുള്ള ബലികർമ്മങ്ങൾക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള വലിയ കാളകളാണ്. ഏകദേശം ഒരു 200 കിലോന്റെ ഒക്കെ മുകളിൽ 200-250 ആ റേഞ്ചൊക്കെ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള കാളകളാണ്. അതുപോലെ തന്നെ ഇവിടെ HF ബ്രീഡ് പെട്ടിട്ടുള്ള അല്ലെങ്കിൽ HF ക്രോസ് ബ്രീഡ് പെട്ടിട്ടുള്ള 2 കാളകളെ കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പത്തിനുള്ള കന്നുകളാണ്. ഇതും ഉലഹിയത്തിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള അടിപൊളി 2 കന്നുകളാണ്. 2 വയസ്സ് പ്രായമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പൊട്ടും മുറിയൊന്നും കാണുന്നില്ല. അത്യാവശ്യം ക്വാളിറ്റിയുള്ള 2 കന്നുകളാണ്. വളർത്താനും പറ്റും. ഇനിയും വളരുന്ന കന്നുകൾ തന്നെയാണ്. ഈ കാണുന്ന കന്നുകൾക്കൊക്കെ ചന്തയിൽ കൊണ്ടുവന്ന പാടൊക്കെ ഏകദേശം ഒരു 60 രൂപ 70 രൂപ ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട്. ആ വലുതിനൊക്കെ 70-75 വരെ ഒക്കെ ചന്തയിൽ ചോദിച്ചിരുന്നു. അത് എത്രത്തോളം ബാർഗെയിൻ ചെയ്താൽ വില കുറയുമെന്നറിയില്ല. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വളർത്തുകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. കൂടുതലും മൂരിക്കുട്ടികളാണ്. 1-2 പശുക്കുട്ടികളും ഉണ്ട്. ഈ പരുവത്തിനുള്ള അല്ലെങ്കിൽ ഈ വലുപ്പത്തിനുള്ള കുട്ടികൾക്കൊക്കെ ചന്തയിൽ 22,000 രൂപ മുതൽ 30 രൂപ 34 രൂപ വരെയൊക്കെ വില ചോദിക്കുന്നുണ്ട്. ഏകദേശം ഒരു 6 മാസം 7 മാസത്തിന് താഴെ മാത്രം പ്രായം തോന്നുന്ന രീതിയിലുള്ള വളർത്തുകുട്ടികളാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പോത്തുകളെ കെട്ടിയിട്ടുണ്ട്. ചിലതൊക്കെ 2 വയസ്സ് പ്രായമായതുണ്ട്. ചിലതൊരു 1.5 വയസ്സ് പ്രായമൊക്കെ ആയിട്ടുള്ളൂ. ഇറച്ചി ആവശ്യത്തിന് പറ്റുന്ന രീതിയിലുള്ള പോത്തുകളുണ്ട്. വളർത്താൻ പറ്റിയ ക്വാളിറ്റിയുള്ള പോത്തുകളും ഈ കൂട്ടത്തിലുണ്ട്. ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തുകൾക്കൊക്കെ ഏകദേശം 50,000 രൂപ മുതൽ 65,000 രൂപ വരെയൊക്കെയാണ് അവർ വില ചോദിക്കുന്നത്. ഏകദേശം 100 കിലോക്ക് താഴെ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള പോത്തുകളാണ്. വലിയ പോത്തുകൾക്ക് ഏകദേശം ഒരു 100-150 വരെയൊക്കെ മീറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള പോത്തുകൾക്ക് ചോദിക്കുന്ന വിലയാണ് ഈ കാണുന്ന ചെറിയ കുട്ടികൾക്ക് ഇപ്പോൾ ചോദിക്കുന്ന വില. ആ വിലക്കൊക്കെ എത്താമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 4-5 മാസം നോക്കേണ്ടി വരും. ഇപ്പം ചന്തയിൽ നല്ല രീതിയിൽ വിലയുള്ളൊരു സമയമാണ്. അവർക്ക് പുറത്തുനിന്ന് വരുന്ന കന്നുകാലികളൊന്നും കൂടുതലായിട്ട് പുറത്തുനിന്നുള്ള കന്നുകാലികൾ വരുന്നില്ല. അവർക്ക് ഈ വിലക്കൊക്കെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ വിലക്കല്ലേ കൊടുക്കാൻ കഴിയുള്ളൂ എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പോത്തിൻകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. വളരെ ചെറിയ കുട്ടികളാണ്. ഇതൊക്കെ ഏകദേശം ഒരു 7 മാസം പ്രായം തോന്നിക്കുന്ന അല്ലെങ്കിൽ 7 മാസത്തിന് താഴെ മാത്രം പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. ഈ പരുവത്തിനുള്ള കുട്ടികൾക്കും ഏകദേശം 20 രൂപ മുതൽ 28 രൂപ വരെയൊക്കെയാണ് ഇപ്പോൾ ചന്തയിൽ വില ചോദിക്കുന്നത്. ചന്തയിൽ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ചന്തയിൽ നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാ ഭാഗങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി തിരക്ക് പെരുന്നാളൊക്കെ കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് എല്ലാ ഭാഗവും കവർ ചെയ്തിട്ട് വീഡിയോ ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.